ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ 2 BHK 3 BHK ഭവനങ്ങൾ. ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം. വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു. നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായ ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086 3999995 8086 7999992. അരനൂറ്റാണ്ടുകാലത്തെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി 2025 കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് സ്മൃതി പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ വി മുരളിക്ക് സമ്മാനിച്ചു. ധർമ്മരാജ് അടാട്ടാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. കിള്ളിമംഗലം ഗ്രാമീണ വായനശാല ഏർപ്പെടുത്തിയ 2025 കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് സ്മൃതി പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകനും വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റുമായ വി മുരളിക്ക് സമ്മാനിച്ചു. കേരള ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ടാണ് പുരസ്കാരം സമർപ്പിച്ചത്. 5555 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അരനൂറ്റാണ്ടു കാലമായി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ സജീവ സാന്നിധ്യമായ വി മുരളി നിലവിൽ തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ നടന്ന ചടങ്ങിൽ പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ എം ഹരിദാസ് മുഖ്യാതിഥിയായിരുന്നു. കലാമണ്ഡലം കൂടിയാട്ടം വകുപ്പ് മേധാവി ഡോക്ടർ KJ കൃഷ്ണേന്ദു അനുസ്മരണ പ്രഭാഷണം നടത്തി. കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട്, PK ഗോപാലൻ, KK ശൈലജ, ശ്രീജ മണികണ്ഠൻ, NS ജെയിംസ് എന്നിവർ ആശംസകൾ നേർന്നു. കലാമണ്ഡലം സുരേഷ് കാളിയത്ത് സ്വാഗതവും TR മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിവിധ പുരസ്കാര ജേതാക്കളെയും വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ നേട്ടം കൈവരിച്ച കിള്ളിമംഗലം ഗവൺമെന്റ് UP സ്കൂളിനെയും ആദരിച്ചു. തുടർന്ന് സർഗോത്സവ വിജയികളുടെ നാടൻ പാട്ടും അരങ്ങേറി. എന്റെ ജീവിതത്തിൽ ഏറ്റവും തെറ്റിദ്ധാരണ തോന്നിയ ഒരു മുഹൂർത്തമാണ്, നിമിഷമാണ് ഇതിൽ പറയാനില്ല. കാരണം ഒരു വായനശാലയെ മതേതരവും സാംസ്കാരികവും സകാൽപവുമായ ഒരു പൊതുവിടയെ മാറ്റിയതിനുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. വ്യക്തിനിലയ്ക്ക് ഞാനത് മാറ്റിയതല്ല, എൻ്റെ ഒപ്പം നിൽക്കുന്ന എൻ്റെ വായനശാലയുടെ കുടുംബം, എൻ്റെ കുടുംബം എന്നുള്ളത് എൻ്റെ വായനശാലയാണ്. ആ വായനശാലയിലെ കുടുംബാംഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തങ്ങൾ അർപ്പിതമായ ഒരു ഉത്തരവാദിത്തം. ഒരു വായനശാല എന്നത് ആ നാടിൻ്റെ സർവകലാശാലയാണെന്നും അത് മാത്രമല്ല ആ നാടിൻ്റെ സർഗാത്മകതയും സാംസ്കാരിക പ്രവർത്തനങ്ങളും മതേതരമായ ഒരു പൊതുവിടം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഗ്രന്ഥശാല പ്രവർത്തനവും എന്ന തിരിച്ചറിവിലൂടെയാണ് ആ നേട്ടം ഇന്ന് ഈ പുരസ്കാരം ഈ വേദിയിൽ വെച്ച് വാങ്ങാനുള്ള അർഹത ഉണ്ടാക്കിയത്. വ്യക്തിപരമായിട്ടുള്ള ഒരു പുരസ്കാരമായിട്ട് ഞാൻ കാണുന്നില്ല. എനിക്കുള്ള പുരസ്കാരത്തെക്കാൾ ഉപരി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ വായനശാലയെ ആ രീതിയിൽ രൂപപ്പെടുത്തിയ, ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ അതിനുള്ള അംഗീകാരം. പിന്നെ നമ്മുടെ പുരസ്കാരം ആരുടെ പുരസ്കാരം എന്നതാണ്. CCV ന്യൂസ്, പാഞ്ഞാൾ.